ആട്ടവും പാട്ടുമൊക്കെയായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഫ്രീക്കന്മാർ ഒത്തുകൂടി. പോലീസ് കസ്റ്റഡിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിനായകന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പോലീസിനെതിരെ പ്രതിഷേധവും ഉയർത്തിയുമായിരുന്നു ഫ്രീക്കന്മാരുടെ സംഗമം. ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള സാംസ്കാരിക നഗരിയിൽ ഫ്രീക്കന്മാരുടെ ഈ സമരം വേറിട്ടതായി. തൃശൂർ തേക്കിൻകാട് മൈതാനി അങ്ങനെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ഫ്രീക്കന്മാരുടെ സംഗമ കേന്ദ്രമായി മാറുകയും ചെയ്തു. ആടിയും പാടിയും പടം വരച്ചും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുമൊക്കെയായിരുന്നു ഈ പ്രതിഷേധം. പോലീസ് കസ്റ്റഡിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിനായകന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചും പോലീസിന്റെ സദാചാര ഗുണ്ടായിസത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയുമൊക്കെയായിരുന്നു പ്രതിഷേധ സമരം. സംഗീതജ്ഞനും നാടകപ്രവർത്തകനുമായ മാർട്ടിൻ ഊരാളിയുടെ നേതൃത്വത്തിലുള്ള ഫ്രീക്ക് സാറ്റർഡേ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ സാഹിത്യകാരി സാറ ജോസഫ് അടക്കമുള്ളവർ ഫ്രീക്കായി തന്നെ പങ്കെടുത്തു. ഇവിടെ കൂടിയിട്ടുള്ള യുവത്വത്തിന്റെ പ്രതിഷേധം സർക്കാർ ശ്രദ്ധിക്കണം. വിനായകന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. പോലീസുകാർക്കിടയിൽ വലിയ ശക്തമായ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കണം. കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ മുടി നീട്ടി വളർത്തിയവരും താടി വെച്ചവരും അടക്കമുള്ളവർ ആൺപെൺ ട്രാൻസ്ജെൻഡേഴ്സ് എന്നീ വ്യത്യാസമില്ലാതെ പ്രതിഷേധത്തിൽ പങ്കാളികളായി. താടിയും മുടിയും നീട്ടി വളർത്തിയവരെ കുറ്റവാളികളായി കാണുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പോലീസിന്റെ സമീപനത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധമെന്ന നിലയിലാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. തേക്കിൻകാട് മൈതാനിയിലെ മരച്ചൂടുകൾക്ക് കീഴെ സംഗീത പരിപാടി അവതരിപ്പിച്ചും ചിത്രം വരച്ചും നൃത്തം ചവിട്ടിയും പ്രതിഷേധിച്ച ശേഷം ഇക്കൂട്ടർ തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രകടനം നടത്തി. പോലീസിന്റെ സദാചാര ഗുണ്ടായിസം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് പ്രതിഷേധ സമരം പര്യവസാനിച്ചത്. വിനായകനെ കൊന്നവരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ഞങ്ങൾ കൂടി നിൽക്കുമെന്ന് ഉറച്ചു പറയുന്നവർക്ക് കൈയടിക്കാം. TC വിനോസ്, തൃശൂർ.